ഫലസ്തീൻ മണ്ണിൽ വേരുപിടിച്ച അർബുദമാണ് ഇസ്രയേൽ എന്ന് താമരക്കുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് അൽ കാസിമി പറഞ്ഞു. താമരക്കുളം യൂത്ത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ താമരക്കുളത്ത് നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2007 മുതൽ ഗാസയിൽ ഉപരോധം നടത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന നടപടിയാണ് ഇക്കാലമത്രയും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താമരക്കുളം മാർക്കറ്റിന് സമീപം നടന്ന സമ്മേളനത്തിൽ റിയാസ് താമരക്കുളം അധ്യക്ഷനായി. അബി സ്വാഗതം പറഞ്ഞു. അഫ്സൽ കാസിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. ജമാൽ കുന്നുവീട്ടിൽ, മജിദ് കുന്നുവിള, റിസാദ്, സജീബ് ഖാൻ, അബ്ദുൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. താമരക്കുളം പണ്ടാരവിള ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലിയിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 100ഓളം പേർ പങ്കെടുത്തു. അതിന് എന്തുകൊണ്ടാണ് അയാളോട് ചോദിക്കണം? തങ്ങളെ ഭരിക്കുന്നതിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗസയെ ഉപരോധിച്ചിരിക്കുകയാണ് 2007 മുതൽ. ചരിത്രം മുന്നോട്ടുകൂടെ കുറച്ച് കാരണം നമ്മൾ എന്ന് വെച്ചാൽ 2007 മുതൽ ഗസയിലേക്ക് വ്യോമയാന പാതയുടെ ഉപരോധം, അതുപോലെ തന്നെ ഗസയുടെ കടൽ തീരങ്ങളിൽ ഉപരോധം, ഗസയുടെ കരയിൽ ഉപരോധം, കടലിലും കരയിലും അതുപോലെ തന്നെ ആകാശത്തും ഒരേപോലെ 3 ഇടങ്ങളിൽ നിന്നും ഉപരോധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു രാജ്യം. ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ റഫയിലെ ഗേറ്റ് ഇസ്രായേല് തുറന്നു കൊടുക്കണം, മരുന്ന് വേണമെങ്കിൽ ഇസ്രായേൽ അനുവദിക്കണം, അവർക്ക് അവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ ഇസ്രായേൽ അനുവദിക്കണം. 4 ഭാഗത്തു നിന്നും മതില് കെട്ടി, ഒരു ഭാഗത്ത് കടല്, ആ ഗസയുടെ ബാക്ക് വാട്ടേഴ്സിൽ പോലും, ഗസയുടെ കടൽ തീരങ്ങളിൽ പോലും സ്വതന്ത്രമായി മീൻ പിടിക്കാൻ ഇറങ്ങാൻ കഴിയില്ല ഗസക്കാർക്ക്. ആ നിലയിൽ 2007 മുതൽ ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ് ഗസയെ. ആ ഗസക്കകത്തേക്ക് എന്ത് വരണമെങ്കിലും അത് ഇസ്രായേൽ അനുവദിക്കണം. ആ നിലയിൽ ഉപരോധം 2000. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ അഭിമുഖീകരിക്കാൻ വന്നപ്പോൾ അവരെല്ലാം ബഹിഷ്കരിച്ച് ഫലസ്തീനോട് ഐക്യദാർഢ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നാം ഓരോരുത്തരും കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദുഃഖമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാർക്കും നല്ലവരായ നാട്ടുകാർക്കും ഫലസ്തീനിലെ എന്റെയും താമരക്കുളം മുസ്ലിം യൂത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ കൂടുതലായി പറയണമെന്നുണ്ട്, കാരണം ഇനി പറഞ്ഞ അധിക പ്രസംഗമായിരിക്കും. മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ എല്ലാവിധമായ അഭിപ്രായങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.